നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനു സൂരജ്. ആദ്യം കാണാം ഇന്നത്തെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ. തുർക്കി കമ്പനി പടിക്ക് പുറത്ത്. വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ ചുമതലകളിൽ നിന്ന് സെലബിയെ പൂർണ്ണമായും ഒഴിവാക്കി. നിർത്തിയത് കൊച്ചി, ഡൽഹി, മുംബൈ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലെ പ്രവർത്തനം. ജനം ബിഗ് ഇംപാക്ട്. സെലബിക്കെതിരായ വെളിപ്പെടുത്തലിന് മുൻ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥന് പാകിസ്ഥാനിൽ നിന്ന് വധഭീഷണി. अभी खत्म नहीं हुआ है। जो कुछ भी हुआ है वह सिर्फ एक ट्रेलर मात्र था। अब जब समय आएगा, जब भी सही समय आएगा तो हम पूरी पिक्चर भी दुनिया को दिखाएंगे. പാകിസ്ഥാൻ ഇതുവരെ കണ്ടത് ട്രെയിലർ മാത്രമെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാനെ നല്ല നടപ്പിന് വിട്ടിരിക്കുന്നു. ഭാരതത്തിന്റെ പ്രതിരോധ കരുത്ത് ലോകമറിഞ്ഞു. ബ്രഹ്മോസിന്റെ ശക്തി പാകിസ്ഥാന് ബോധ്യമായെന്നും രാജ്നാഥ് സിംഗ്. തിരിച്ചടിക്ക് പിന്നാലെ ചർച്ചാ നിർദ്ദേശവുമായി പാകിസ്ഥാൻ. സമാധാന ചർച്ചയ്ക്ക് തയ്യാറെന്ന വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കശ്മീർ വിഷയമടക്കം ചർച്ച ചെയ്യണമെന്ന ഉപാധി. അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസ് ഇനി പൂജപ്പുര ജില്ലാ ജയിലിൽ. റിമാൻഡ് ഈ മാസം 27 വരെ. ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. കോടതിയുടെ തീരുമാനത്തിൽ സന്തോഷമെന്ന് ഷാമിലി. അതിക്രമം നടത്തിയ MLAക്ക് സഖാക്കളുടെ ഫുൾ മാർക്ക്. MLA ജനീഷ് കുമാറിനെ പിന്തുണച്ച കോന്നിയിൽ CPM മാർച്ച്. കാക്കി ഊരി വന്നാൽ ഡിവൈഎഫ്ഐക്കാർക്ക് അടിക്കാനേ ഉള്ളൂ കേരളത്തിലെ വനംവകുപ്പെന്ന CPM ട്വിറ്റർ ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി. MLAയുടേത് അപക്വമായ പെരുമാറ്റമെന്ന ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വനം മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. സാമ്പത്തിക രംഗത്ത് കുതിച്ച് ഭാരതം അതിവേഗം വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്. 11 രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ട IMF. സംസ്ഥാനത്ത് വീണ്ടും കോളറ മരണം. ആലപ്പുഴയിൽ കോളറ സ്ഥിരീകരിച്ചയാൾ മരിച്ചു. മരിച്ചത് തലവടി സ്വദേശി രഘു. മലപ്പട്ടത്തെ സംഭവത്തിൽ കണ്ണൂരിൽ വീണ്ടും സംഘർഷം. KK രാഗേഷിന് പിന്നാലെ കോൺഗ്രസിനെതിരെ കൊലവിളിയുമായി PV ഗോപിനാഥ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ കൊലവിളി PR സനീഷിനെതിരെ. വിശദമായ വാർത്തകളിലേക്ക്. തുർക്കി ഏവിയേഷൻ കമ്പനിയായ സെലബിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനം TVയിലൂടെ പങ്കുവച്ചതിന് എയർ ഇന്ത്യ മുൻ ഉദ്യോഗസ്ഥൻ AV മോഹനന് ഭീഷണി. വാട്സപ്പ് കോളിലൂടെയാണ് അജ്ഞാതർ ഭീഷണി മുഴക്കിയത്. മകളുടെ മൊബൈൽ ഫോണിൽ വിളിച്ച് AV മോഹനന്റെ വിവരങ്ങൾ ആരായുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ജനം TVയാണ് സെലബിക്കെതിരായ വാർത്ത പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ജനം ഡിബേറ്റിൽ പങ്കെടുത്താണ് AV മോഹനൻ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയതും. ഇതിന് പിന്നാലെയായിരുന്നു ഭീഷണി. ട്രൂ കോളർ പരിശോധിച്ചപ്പോൾ പാകിസ്ഥാൻ നമ്പറിൽ നിന്നാണ് കോൾ എത്തിയതെന്ന് മനസ്സിലായതായി AV മോഹനൻ പറഞ്ഞു. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ AV മോഹനൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മോഹനൻ, താങ്കൾക്ക് ഭീഷണി മുഴക്കിയത്, ഭീഷണി സന്ദേശം ലഭിച്ചത് പാകിസ്ഥാനിൽ നിന്നെന്ന് വ്യക്തമാണോ? തീർച്ചയായും മാഡം. ഇത് ഭീഷണി എനിക്ക് വന്ന നമ്പർ ഞാൻ പരസ്യമായി ഇത് പറയാൻ ഇതുണ്ട്. അത് ഭീഷണി വന്ന നമ്പർ +923472991210 എന്ന നമ്പറിൽ നിന്നാണ് എന്റെ മകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് മാഡം. സംശയം കൊണ്ട് +91 എന്ന് പറഞ്ഞ ഇന്ത്യയാണ്, +92 എന്ന് പറഞ്ഞ ഏത് രാജ്യമാണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മളത് വീണ്ടും ട്രൂ കോളറിൽ ചെക്ക് ചെയ്തു. അപ്പോഴാണ് ഈ നമ്പർ, ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിന്നാണ് വിളി വന്നത്.
എന്റെ മകളുടെ നമ്പറിലോട്ട് വിളിച്ചു, അവളുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞു, എന്റെ പേരും പറഞ്ഞു, എന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ്ലി ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഉടനെ എന്റെ മകൾ, അപ്പം വാട്സപ്പിലാണ് കോൾ വന്നത്, ഉടനെ എന്റെ മകൾ എന്നെ അറിയിച്ചു. ഞാൻ ഉടനെ കുറച്ചും കൂടെ എന്താ പറയുക സേഫ് ആയിട്ടിരിക്കണം എന്ന് പ്ലാൻ ചെയ്തു. അത്രയേ ഉള്ളൂ മേഡം. തീർച്ചയായും താങ്കൾ സുരക്ഷിതമായി ഇരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. ശ്രീ മോഹനൻ, അതേ ഈ കോൾ വന്നത്, ഭീഷണി കോൾ വന്നത് ഏത് രാജ്യത്ത് നിന്ന് എന്ന് ഇപ്പോൾ വ്യക്തമാണ്. സജാദ് എന്ന പേരുള്ള ആളുടെ നമ്പറിൽ നിന്ന് വന്നത് ഏത് ഭാഷയിലാണ് അയാൾ സംസാരിച്ചത്? എന്തായിരുന്നു ഭീഷണി? അയാൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് സംസാരിച്ചത്. എന്റെ മകൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും നന്നായി അറിയാം. അപ്പം നിന്റെ വി നീഡ് യുവർ ഫാദേഴ്സ് ഡീറ്റെയിൽസ് ഇമീഡിയറ്റ്ലി എന്നാണ് പറഞ്ഞത്. ആൻഡ് വി വാണ്ട് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ ഫാദർ ആൻഡ് കോൺടാക്ട് നമ്പർ ഇമീഡിയറ്റ്ലി എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് മാഡം സംസാരിച്ചത്. തീർച്ചയായും വളരെ ധൈര്യപൂർവ്വമാണ് താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനം ടി വിക്കൊപ്പം സഹകരിച്ചതും ഈ സെലബയ്ക്കെതിരായ വാർത്തകൾ ഞങ്ങളിലൂടെ പുറം ലോകത്തെ അറിയിച്ചതും. അതിൽ അഭിനന്ദനം അറിയിക്കുന്നു. കാരണം തീർച്ചയായും കേന്ദ്ര സർക്കാർ, കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അന്വേഷിച്ചതിന് ശേഷമാണല്ലോ കമ്പനിക്കെതിരെ നടപടികൾ ആരംഭിച്ചത്. ഞാനിപ്പോഴും വളരെ ധൈര്യമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നെ ഈ രാജ്യത്തിൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭരിക്കുന്ന അത്രയും കാലം ഇവിടെ ഒരുത്തന്റെ ഒരു രോമം തൊടാൻ അവർക്ക് പറ്റൂല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം മേഡം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. ശ്രീ മോഹനൻ, ഇതുമായി ബന്ധപ്പെട്ട കേസ് നൽകുന്നുണ്ടോ? ഇല്ല, കേസ് നൽകിയിട്ട് കാര്യമില്ല. തമിഴ്നാട് പോലീസിൽ ഒരു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ അവിടെ എന്താ പിന്നെ നമുക്കറിയാം, അത് നമ്മൾ സാധാരണഗതിയിൽ അതൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് നമുക്കതിന് താല്പര്യമില്ല. അതിന്റെ പുറകെ എനിക്കിന്ന് എൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ എനിക്ക് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അത് ഐ ആം വെരി വെരി ക്ലിയർ. തീർച്ചയായും ഈ സെലബി കമ്പനിയുടെ ഒരു വാർത്താക്കുറിപ്പൊക്കെ ഇന്ന് വന്നിരുന്നു. താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടെന്ന് കരുതുന്നു, മനസ്സിലാക്കുന്നു. കാരണം അവർ പ്രതിരോധ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, തുർക്കിയുമായി യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പാഴ്വാക്കാണ് എന്ന് മാധ്യമങ്ങൾക്കും അന്വേഷണത്തിലൂടെ കേന്ദ്ര സർക്കാരിനും ഒക്കെ മനസ്സിലായിട്ടുള്ളതുമാണ്. അതെ, അത് ഞാൻ ഇത് ഞാൻ കാണാൻ പറ്റിയില്ല. പക്ഷെ വിവരം ഞാൻ അറിഞ്ഞു. പക്ഷെ അവർ ഒന്നുമില്ലെങ്കിൽ പിന്നെ അവരെന്തിനാ ഇവിടെ നിൽക്കുന്നത്? പിന്നെ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒന്നുമില്ലാത്തൊരു കമ്പനിയെ ഇന്ത്യക്ക് വെളിയിലാക്കുമല്ലോ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എ വി മോഹനൻ പ്രതികരിച്ചതിന്. താങ്കൾ സുരക്ഷിതനായി ഇരിക്കും. കാരണം ഇത് നവയുഗ ഭാരതമാണ്. പുതിയ ഭാരതത്തിൽ ഒരു ഭീഷണിയും വില പോകില്ല എന്ന് നമ്മൾ ഭീകരരെ വ്യക്തമായി അറിയിച്ചതുമാണ്. ആ സന്ദേശത്തിൽ തന്നെയാണ് ഭാരതത്തിലെ ഓരോ ജനതയും ഇപ്പോഴും ജീവിക്കുന്നതും. ആ വിശ്വാസം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളതും. ഐസൻ ജോസ് കൂടി ഈ വാർത്തയോടൊപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ചേരുന്നുണ്ട്. ഐസൻ, നമുക്കറിയാവുന്ന എന്തൊക്കെ? ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഒരു ഭീഷണി സന്ദേശം അല്ലെങ്കിൽ ഭീഷണി മുഴക്കിക്കൊണ്ടൊരു ഫോൺ കോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനം ടി വിയിൽ ചർച്ചയിൽ പങ്കെടുക്കുകയും ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കുകയും ചെയ്ത മോഹനൻ എന്ന് പറയുന്ന പഴയ ഏവിയേഷൻ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തിക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയം. തീർച്ചയായും ആ കോളിന്റെ ഉറവിടം തന്നെയാണ് ഏറെ ഗൗരവം അർഹിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് ഫോൺ വരുന്നു അല്ലെങ്കിൽ ഈ ഫോൺ ഭീഷണി സന്ദേശം വരുന്നു എന്നത് പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. അതിന് എടുത്തു പറയുന്നത് ശ്രീ എ വി മോഹനൻ നമ്മളോടൊപ്പം ഇപ്പോഴും തുടരുന്നുണ്ട്. ഐസൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേരിട്ടാകാം. സാർ, ഇപ്പോൾ നമുക്ക് താങ്കൾക്ക് ലഭിച്ച ഫോൺ കോളിൽ സംബന്ധിച്ച് ഏത് മേഖലയിൽ നിന്നാണ് എന്തെങ്കിലും അങ്ങനെ സ്ഥിരീകരണമോ സൈബർ സെല്ലിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥിരീകരണം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, എനിക്ക് അങ്ങനെയുള്ളൊരു സ്ഥിരീകരണമൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള പിന്നെ മൊബൈലിലുള്ള ട്രൂ കോളർ വെച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്തത്. ചെക്ക് ചെയ്യുമ്പോൾ ഇത് പാകിസ്ഥാനിൽ നിന്നാണെന്ന് മനസ്സിലായി. ആദ്യം അവർ ഇന്ത്യയിൽ നിന്നാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ അത് ചെക്ക് ചെയ്യുമ്പോൾ പാകിസ്ഥാനിൽ നിന്നാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഉടനെ ജനം ടി വിയിൽ അറിയിച്ചത്. പിന്നെ ഈ കോൾ വന്നത് എൻ്റെ മകളുടെ നമ്പറിലേക്കാണ്. പക്ഷേ കൃത്യമായിട്ട് അവർ ടാർഗറ്റ് ചെയ്ത എൻ്റെ മകളുടെ നമ്പറിലേക്ക് മകളുടെ പേര് സഹിതം ചോദിച്ച് അച്ഛൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണം, ഇമ്മീഡിയറ്റ്ലി തരണം, ഞങ്ങൾ ക്രൈംബ്രാഞ്ചാണ്, അതാണ് ഇതാണ്, ഞങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറഞ്ഞ് പേടിപ്പിച്ച് ആ കുട്ടീനെ ഒന്ന് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ ഈ നമ്പർ ചെക്ക് ചെയ്തത്. ഇപ്പം ഒരു സൈബർ സെല്ലൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ആസ് പെർ ഇത് എന്താ ട്രൂ കോളറിൽ ഇതിങ്ങനെയാണ് കാണുന്നത്. ഏത് ഭാഷയിലാണ് താങ്കൾക്ക് ഭീഷണി വന്നത്? ഇംഗ്ലീഷിലും ഹിന്ദിയിലും സാർ. എന്താണ് ഭീഷണിയുടെ ഉള്ളടക്കം? കൃത്യമായി അവരെന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞത് നിങ്ങളുടെ അച്ഛനായിട്ട് ഉടനെ ബന്ധപ്പെടാനുള്ള എല്ലാ സംവിധാനവും വേണം, ഞങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ നമ്പർ വേണം. കൃത്യമായിട്ട് ആ കുട്ടിയോട് സംസാരിച്ചു. ഈ സെലിബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചോ? ഇല്ല, ആ സെലിബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എൻ്റെ മകളോട് സംസാരിച്ചില്ല. പക്ഷെ അത്
അത് എൻ്റെ അടുത്ത് എടുക്കാനായിരിക്കുമല്ലോ. കാരണം എനിക്ക് എൻ്റെ മക്കൾക്കോ ആർക്കും ഇതുവരെ പാകിസ്ഥാനിൽ നിന്നോ അങ്ങനെയൊന്നും ഒരു കോൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇന്നലെ ഇതൊക്കെ നടന്ന സ്ഥിതിക്ക് ഇന്ന് ഇങ്ങനത്തെ ഒരു കോൾ വരുമ്പോൾ തീർച്ചയായും നമ്മൾ സംശയിക്കണമല്ലോ. തീർച്ചയായും ഇത് താങ്കൾ നിയമ സംവിധാനങ്ങളെ, അതായത് പോലീസിനെയൊക്കെ അറിയിക്കാനിരിക്കുകയാണോ, അതോ എന്തെങ്കിലും ആലോചനയുണ്ടോ? ഇല്ല, തൽക്കാലം പോലീസിൽ അറിയിക്കാനൊന്നും ആഗ്രഹമില്ല. കാരണം പിന്നെ അവര് പോലീസ് വിളിച്ച് മകളോട് ചോദിക്കും, അത് ചെയ്യും ഇത് ചെയ്യും, അതൊക്കെ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ ഐ വിൽ ടേക്ക് മൈ സെൽഫ് ഡിഫൻസ്. ഓക്കെ ശരി സാർ, താങ്ക് യു. ആയിസൻ തുടരാം. തീർച്ചയായും ഈ ഭാഷ, അദ്ദേഹത്തിന് വന്ന ഭീഷണി സന്ദേശം ഈ മകളെയാണ് ഭീഷണിപ്പെടുത്തിയത്, അല്ലെങ്കിൽ മകളോടാണ് വിശദാംശങ്ങൾ ചോദിച്ചത്, ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ അതീവ ഗൗരവമുള്ള ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തരത്തിൽ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ പുറത്തുവിട്ടത് ജനം ടി വിയാണ്. ജനം ടി വി ഈ വാർത്തകൾ പുറത്തുവിടുമ്പോൾ ജനം ടി വിയുടെ ആ വാർത്ത പുറത്തുവിടുന്ന സമയത്തും അതിനെ തുടർന്നുള്ള ചർച്ചകളിലും പിറ്റേ ദിവസമുള്ള ചർച്ചകളിലും എല്ലാം തന്നെ ഇദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ഏവിയേഷൻ രംഗത്തുള്ള ഒരു എക്സ്പെർട്ടൈസ് വളരെ കൃത്യമായി അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുകയും നമുക്ക് മാധ്യമങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ ഇടപെടലോടെ ഒരു ഫോൺ കോൾ വരിക സാധ്യമല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ ഫോൺ ചെയ്യുക എന്നുള്ള സംവിധാനമല്ല. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള ഫോൺ കോളുകളിലൂടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലൂടെയോ അല്ല ക്രൈംബ്രാഞ്ച് ഒരിക്കലും നടപടികൾ സ്വീകരിക്കുക. നടപടി നോട്ടീസായി വരികയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തുകയും അത്തരത്തിലുള്ള നടപടികളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് എന്നൊക്കെ പറയുന്നത് ശരിക്കും തെറ്റായ ഒരു രീതിയാണ്. നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ തട്ടിപ്പ് കോളുകൾ ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് എന്ന രീതിയിലൊക്കെ ഡിജിറ്റൽ അറസ്റ്റുകളുടെ വാർത്തകളൊക്കെ വന്നിരുന്നു. അത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ഒരു സംവിധാനവും ഫോണിലൂടെ നടക്കുന്നതില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ വിവരങ്ങളും വിശദാംശങ്ങളും ചോദിച്ചറിയുന്നതിന് മകളെ ഫോണിൽ വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തീർത്തും ഗൗരവമുള്ളൊരു വിഷയമാണ്. അടിയന്തരമായ വിഷയം ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ നമ്മളോട് പ്രതികരിച്ചത് മുൻ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനായ ശ്രീ AV മോഹനൻ. മറ്റു വാർത്തകളിലേക്ക്. ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. തദ്ദേശീയ ആയുധങ്ങളുടെ കരുത്ത്, ഭാരതത്തിന്റെ പ്രതിരോധ കരുത്ത് അങ്ങനെ ലോകമറിഞ്ഞു. പാകിസ്ഥാനെ നല്ല നടപ്പിന് വിട്ടിരിക്കുകയാണെന്നും ഇതുവരെ കണ്ടത് ട്രെയിലർ മാത്രമെന്നും ബാക്കി പിന്നാലെ വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ബ്രഹ്മോസിന്റെ പ്രകമ്പനം പാകിസ്ഥാനിൽ മുഴങ്ങിയെന്നും വെറും 23 മിനിറ്റിലാണ് പാകിസ്ഥാനെ നിലംപരിശാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുജറാത്തിലെ ഭുജ് വ്യോമതാവളത്തിൽ സൈനികരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ऑपरेशन सिंदूर अभी खत्म नहीं हुआ है. जो कुछ भी हुआ है वह सिर्फ एक ट्रेलर मात्र था. अब जब समय आएगा, जब भी सही समय आएगा, तो हम पूरी पिक्चर भी दुनिया को दिखाएंगे. എസ് നന്ദഗോപൻ കൂടുതൽ വിവരങ്ങൾ നൽകും. നന്ദൻ, ശക്തം, വ്യക്തം, കൃത്യം, മറ്റെന്തൊക്കെയാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത്? പാകിസ്ഥാന്റെ ഭീകരതയെ തകർക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വെറും 23 മിനിറ്റ് മാത്രമായിരുന്നു വേണ്ടി വന്നതെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. മിസൈലുകളുടെ മാത്രമല്ല, ഇന്ത്യൻ സായുധ സേനകളുടെ ധീരതയോടുകൂടി പ്രതിധ്വനിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോക രാജ്യങ്ങൾ കേട്ടതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രമാണെന്നും യഥാസമയം പൂർണ്ണമായ ചിത്രം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുമെന്നും ഗുജറാത്തിലെ ഭുജ് വ്യോമസേനാ താവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയുണ്ടായി. പാകിസ്ഥാൻ ഭാരതത്തിന്റെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ്. കുരുമാറ്റം മെച്ചപ്പെടുത്തിയാൽ നല്ലതാണ്, അല്ലാത്ത പക്ഷം കഠിന ശിക്ഷ നൽകുമെന്ന് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യോമസേനയ്ക്ക് പാകിസ്ഥാന്റെ എല്ലാ കോണുകളിലും എത്താൻ കഴിയുമെന്നത് ചെറിയ കാര്യമല്ല. ഇത് എല്ലാ വിധത്തിലും ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ എന്ന യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന അവരുടെ ശക്തി കൃത്യമായി പ്രകടിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, യുദ്ധത്തിലെ സാങ്കേതിക വിദ്യ മാറിയിട്ടുണ്ടെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുക കൂടിയായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് ചെയ്തത് എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത്. എയർ മാർഷൽ AP സിംഗിനും അദ്ദേഹത്തിന്റെ മുഴുവൻ ടീമിനും നന്ദി പറയുന്നതായി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, 1965 പാകിസ്ഥാനെതിരായിട്ടുള്ള വിജയത്തിന് ഭുജ് സാക്ഷ്യം വഹിച്ചു. ഇന്നിപ്പോൾ വീണ്ടും പാകിസ്ഥാനെതിരെ ഉള്ള ഒരു വിജയത്തിന് ഇപ്പോൾ ഭുജ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത്. 9 ഭീകര ക്യാമ്പുകൾ എങ്ങനെ നശിപ്പിച്ചു എന്ന് ലോകം കണ്ടതാണ്. അവരുടെ നിരവധി വ്യോമ താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു.
ഇതെല്ലാം കൃത്യമായി ലോകരാജ്യങ്ങൾ വീക്ഷിച്ചതാണ്. ഇത് ഭാരതത്തിന്റെ സൈനിക ശേഷിയുടെ പ്രതിധ്വനി കൂടിയാണ് എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ സാങ്കേതിക വിദ്യ മാറിയിട്ടുണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ ഭാരതത്തിന് തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളത് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നു. ഭാരത് മാതാ കി ജയ് എന്നുള്ള മന്ത്രമാണ് എവിടെയും പ്രതിധ്വനിക്കുന്നത്. ഇന്ത്യൻ സായുധ സേനയുടെ സംഭാവനകളെ ഉടനീളം രാജ്നാഥ് സിംഗ് ഇന്ന് ഇപ്പോൾ ഈ ഒരു അഭിസംബോധനയിൽ പ്രശംസിക്കുകയുണ്ടായി. അനു, ശരി നന്ദൻ. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഭാരതം കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോയതോടെ ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. അതേസമയം കശ്മീർ പ്രശ്നം പരിഹരിക്കണമെന്ന നിബന്ധനയും ഷഹബാസ് ഷെരീഫ് മുന്നോട്ട് വച്ചു. പാക് അധിനിവേശ ജമ്മുകാശ്മീർ പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളിൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന നിലപാട് ഭാരതം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പാകിസ്ഥാനിലെ പഞ്ചാബ് കാമ്ര വ്യോമതാവളം സന്ദർശിച്ച് സൈനികരെ അഭിസംബോധന ചെയ്യവെയാണ് സമാധാനത്തിനായി ഭാരതവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയത്. എന്നാൽ സമാധാനത്തിനുള്ള വ്യവസ്ഥകളിൽ കശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതും ഉൾപ്പെടുന്നുവെന്നും ഷെരീഫ് സൂചിപ്പിച്ചു. പാകിസ്ഥാനെതിരായുള്ള സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിയെങ്കിലും സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി തുടരുന്നതടക്കമുള്ള നയതന്ത്ര തീരുമാനങ്ങൾ കനത്ത തിരിച്ചടിക്ക് വഴിവെക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാക് പ്രധാനമന്ത്രി ഭാരതത്തിന് മുന്നിൽ മുട്ടുകുത്തിയത്. अमन की बात करो तो उसके लिए हम तैयार हैं और इस अमन के लिए जो लाजमी शराइत हैं वो तुम्हें अच्छी तरह पता है, मगर मैं दोबारा ज़हन नशीब कराना चाहता हूँ कि मकबूजा कश्मीर के अवाम को उनका हक के खुद इरादियत का अक़वाम मुत्तहिदा की करारदादों के मुताबिक उनको देना होगा. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്നും നദീജല കരാർ ലംഘിക്കുന്നത് പ്രശ്നം വഷളാക്കുമെന്നും പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി കേന്ദ്ര ജലശക്തി മന്ത്രാലയ സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. കത്തിനോട് പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, പാക് അധീന കശ്മീർ പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളിൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന നിലപാടിൽ അണുവിട പിന്നോട്ട് പോകാൻ ഭാരതം തയ്യാറല്ല. സൈനിക നടപടികൾക്ക് മാത്രമേ താൽക്കാലിക വിരാമം ഇട്ടുള്ളൂ എന്ന് ഭാരതം ആവർത്തിക്കുന്നത് പാകിസ്ഥാനിൽ കൂടുതൽ ഭീതി ഉളവാക്കിയിട്ടുണ്ട്. സിന്ധു നദിയിലെ വെള്ളം ലഭിച്ചില്ലെങ്കിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ മരുഭൂമിയാകുമെന്നും അത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്കാകും വഴിവെക്കുക എന്നും പാക് ഭരണകൂടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇക്കാരണങ്ങൾ മുൻനിർത്തിയാണ് പാക് പ്രധാനമന്ത്രി അപേക്ഷയുടെ സ്വരത്തിൽ ഭാരതത്തെ സമീപിച്ചത്. ജനം, ഡൽഹി. 2 ദിവസങ്ങളിലായി ജമ്മു കാശ്മീരിൽ നടന്ന സൈനിക ഓപ്പറേഷനുകളിൽ 2 പ്രധാന ആക്രമണങ്ങളിൽ പങ്കുള്ള ഭീകരനെ ഉൾപ്പെടെയാണ് വധിച്ചതെന്ന് സൈന്യം. ജർമ്മൻ വിനോദസഞ്ചാരികൾക്കെതിരെ നടന്ന ആക്രമണത്തിൽ ഉൾപ്പെടെ പങ്കുള്ള ഷാഹിദ് കുറ്റയെയാണ് സുരക്ഷാ സേന വധിച്ചത്. ഭീകരർ പ്രദേശത്തെ വീടുകളിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്നും സുരക്ഷാ സേന പറഞ്ഞു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഭീകരർക്കായി തെരച്ചിൽ നടത്തിയത്. ഇന്നലെ ത്രാലിലും കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിലും നടന്ന സൈനിക ഓപ്പറേഷനുകളിലാണ് 6 ഭീകരരെ സുരക്ഷാ സേന വധിച്ചത്. अटैक हुआ है उसके बाद से हमने कई एरियाज को एक फोकस एरिया बनाया था जिनको कि हम एक फोकस वे में टारगेट करेंगे. और जैसे हमें इंटेलिजेंस इनपुट्स आ रहे थे कि जो टेररिस्ट ग्रुप्स हैं वो अब बर्फ़ पिघलने के बाद जंगलों में हायर रीचेस में चले गए हैं. 12 तारीख की रात को शोपियां के इलाके में जो काटोहलन फॉरेस्ट है और स्पेसिफिकली केलर के एरिया में हमारे को इनपुट आया कि एक टेररिस्ट ग्रुप वहाँ पर हो सकता है. तो जो पार्टीज़ वहाँ पर डोमिनेशन के लिए पहले से ही डिप्लॉयड थी काफ़ी टाइम से, उन्होंने अपने आप को रिलोकेट किया. दोनों जो ऑपरेशंस थे ये डिफरेंट काइंड ऑफ टेरेन में हुए हैं. एक जंगलों में और ऊंची जगहों पर हुआ है, दूसरा जो है वैली फ्लोर के अंदर और गांव के अंदर हुआ है. लेकिन दोनों ऑपरेशंस को सक्सेसफुली जो अंजाम दिया गया वो शो करता है कि सिक्योरिटी फोर्सेस टेररिस्ट कहीं भी हों उनको ढूंढेंगे और न्यूट्रलाइज करेंगे. ജമ്മുകാശ്മീരിലെ ത്രാലിൽ വൻ ആയുധശേഖരം പിടികൂടി സുരക്ഷാ സേന. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് ആയുധങ്ങൾ കണ്ടെടുത്തത്. ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു.
ദേശീയ ഐക്യത്തിന്റെ കാഹളം മുഴക്കി തിരങ്ക യാത്രകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായ തിരിച്ചടി നൽകിയ ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആദരമർപ്പിച്ച് കൊച്ചി നഗരത്തിൽ നടന്ന ത്രിവർണ്ണ സ്വാഭിമാന യാത്രയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ പങ്കാളികളായി. മേജർ രവി, പഹൽഗാം ബലിദാനി എൻ രാമചന്ദ്രന്റെ ഭാര്യ ഷീല രാമചന്ദ്രൻ, മകൻ അരവിന്ദ് കെ മേനൻ എന്നിവരും പങ്കെടുത്തു. ഭീകരർക്ക് മറപിടിച്ച് പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ നടത്തിയ പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകി ശത്രുസേനയുടെ നീക്കങ്ങളെ തുരത്തിയ ഭാരതത്തിന്റെ ധീര സൈനികർക്ക് ആദരവായാണ് BJP സിറ്റി ജില്ലാ കമ്മിറ്റി ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചത്. സംവിധായകനും BJP നേതാവുമായ മേജർ രവി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. എറണാകുളം ഗസ്റ്റ് ഹൌസ് പരിസരം മുതൽ ഗാന്ധി പ്രതിമ വരെയായിരുന്നു ദേശാഭിമാന മുദ്രാവാക്യങ്ങൾ ഉയർത്തി ദേശീയ പതാകകളുമേന്തിയുള്ള തിരംഗയാത്ര. പ്രകോപനം ഇനിയും ആവർത്തിച്ചാൽ ശക്തമായ തിരിച്ചടിയാണ് ഭാരതം നൽകുകയെന്ന് മേജർ രവി പറഞ്ഞു. അവരുടെ അജണ്ട എന്ന് പറയുന്നത് രാഷ്ട്രത്തിനകത്ത് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കുക. നമ്മളിവിടെ ഒരു വിധത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവരെ പോലും അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയായിട്ട് വന്നിട്ടുള്ളവർക്കുള്ള ഉത്തരമാണ് ഈ കാണുന്ന ആളുകൾ. ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നു. അതിനകത്ത് ഹിന്ദു ഉണ്ടായിരുന്നു, മുസ്ലിം ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. സ്ത്രീകളെ സിന്ദൂരം വായിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാണ് അവരാ കൊടുത്തിരിക്കുന്നത്. അത് സ്ത്രീകൾ തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ട് വരുന്നത്. ജമ്മു കാശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എടപ്പള്ളി സ്വദേശി എൻ രാമേന്ദ്രന്റെ ഭാര്യ ഷീല രാമേന്ദ്രൻ, മകൻ അരവിന്ദാർ മേനൻ എന്നിവരും യാത്രയിൽ പങ്കാളികളായി. നിരപരാധികളെ വെടിവെച്ചു കൊന്ന ഭീകരവാദികൾക്കും അവർക്ക് പിന്നിലുള്ളവർക്കും സൈന്യം കനത്ത തിരിച്ചടിയാണ് നൽകിയതെന്നും സേനയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും നന്ദിയുണ്ടെന്നും ഷീല രാമേന്ദ്രൻ പറഞ്ഞു. നന്നായി തിരിച്ചടിച്ചത് ഞങ്ങൾക്ക് വളരെയധികം സമാധാനം, ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് വിജയം കൈവരിച്ചതിൽ ഞാൻ നമ്മുടെ സേനയോടും ഞങ്ങളുടെ അഭിമന്യരായ പ്രധാനമന്ത്രിയോടും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. നാരീശക്തിയുടെ പ്രതീകങ്ങളായി ഭാരതാംബയും 2 പെൺകുട്ടികളും ത്രിവർണ്ണ സ്വാഭിമാന യാത്ര മുന്നിൽ നിന്ന് നയിച്ചു. വിരമിച്ച സൈനികർ, സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് എന്നിവർ പങ്കെടുത്തു. BJP നേതാക്കളായ KS രാധാകൃഷ്ണൻ, AN രാധാകൃഷ്ണൻ, KVS ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി. ജനം, കൊച്ചി. ബലോചിസ്ഥാനിലെ പുരാതന ക്ഷേത്രമായ ഹിംഗ്ലജ മാതാ ക്ഷേത്രം ഉടൻ പുതുക്കിപ്പണിയുമെന്ന ബലോച സമാന്തര ഭരണകൂടം. ബലോചിസ്ഥാനും ഭാരതവും ഒന്നാണ്, ആചാരങ്ങളും ഒന്നാണെന്നും ഭാരതത്തിലെ ദേവീദേവന്മാർ തങ്ങളുടേത് കൂടിയാണെന്നും ബലോചിസ്ഥാൻ ആർമി എക്സിൽ കുറിച്ചു. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പൂജനീയമായ 51 ശക്തിപീഠങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ചരിത്രപരവും ആത്മീയവുമായി പ്രാധാന്യമുള്ള ക്ഷേത്രമാണിതെന്ന് ഇന്നലെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു. അതിവേഗം വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതം ഒന്നാമത്. സമ്പദ് വ്യവസ്ഥയിൽ വൻ കുതിപ്പ് നടത്തുന്ന 11 രാജ്യങ്ങളുടെ പട്ടികയാണ് IMF പുറത്തുവിട്ടത്. 6.2% വളർച്ചാ നിരക്കാണ് ഭാരതത്തിന്റെ വളർച്ചാ നിരക്കായി IMF കണക്കാക്കുന്നത്. ചൈന 4% വളർച്ച മാത്രമാകും കൈവരിക്കുകയെന്നും റിപ്പോർട്ടിലുണ്ട്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയ്ലിൻ ദാസ് റിമാൻഡിൽ. പ്രതിക്ക് ജാമ്യമില്ല. ഈ മാസം 30 വരെയാണ് റിമാൻഡ് ചെയ്തത്. നാളെ വീണ്ടും വാദം കേൾക്കും. പ്രതി ഹാജരാക്കിയ മെഡിക്കൽ റിപ്പോർട്ടിൽ പരിശോധന നടത്തും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബെയ്ലിൻ ദാസിനെ തിരുവനന്തപുരം ജില്ലാ ജയിലിൽ എത്തിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, എന്ന് വരെയാണ് പ്രതി റിമാൻഡിലുള്ളത്? 14 ദിവസത്തേക്കാണ് കോടതി മജിസ്ട്രേറ്റ് കോടതി 11 ബെയ്ലിൻദാസിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ മാസം 30-ാം തീയതി വരെ റിമാൻഡ് കാലാവധി തുടരും. അതിനിടയിൽ നാളെ ഈ കേസിൽ കോടതി ഈ കേസ് പരിഗണിക്കും. അതായത് ബെയ്ലിൻദാസ് ഹാജരാക്കിയ മെഡിക്കൽ റിപ്പോർട്ടിൽ കോടതി വാദം കേൾക്കുകയും ചെയ്യും. അതായത് തനിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് മർദ്ദനം തനിക്കും ഏറ്റിട്ടുണ്ട്. യുവ അഭിഭാഷക തന്നെയും മർദ്ദിച്ചു. കണ്ണട പൊട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പുരുകത്തിൽ പൊട്ടൽ ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് താൻ. അതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യം തരണമെന്നൊരു ആവശ്യം ആണ് മുന്നോട്ട് വെച്ചിരുന്നത് ബെയ്ലിൻദാസ്. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തു. കാരണം
സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല ഇത് സ്ത്രീയെ അപമാനിച്ച ഒരു കേസാണ്. അതോടൊപ്പം തന്നെ BNS 118 ക്ലോസ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഇത് ജാമ്യം കൊടുക്കരുതെന്ന് കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. 30 തീയതി വരെയാണ് പ്രതിയെ റിമാൻഡിൽ വിട്ടത്. റിമാൻഡിൽ വിട്ടതിന് ശേഷം പുറത്തേക്കിറങ്ങി വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് തിരുവനന്തപുരത്ത് പൂജപ്പുര ജില്ലാ ജയിലിൽ ഹാജരാക്കിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോട് കൂടിയാണ് ബേലിദാസ് പോലീസിൻ്റെ പിടിയിലാകുന്നത്. 13-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. തൻ്റെ ഓഫീസിൽ വെച്ച് യുവ അഭിഭാഷകയെ മർദ്ദിച്ചുവെന്നായിരുന്നു കേസ്. മർദ്ദനത്തിൽ പരിക്കേറ്റ അഭിഭാഷക തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയിരുന്നു. ക്രൂരമായ മർദ്ദനത്തിൽ യുവ അഭിഭാഷകയുടെ താടിയെല്ലിനും ചെറിയ പൊട്ടൽ ഉണ്ട് എന്ന കാരണത്താൽ പുതിയൊരു വകുപ്പ് കൂടി ഇന്ന് ചേർത്തു. BNS 118 ക്ലോസ് 3 എന്ന വകുപ്പ് കൂടിയാണ്. അതായത് മർദ്ദനത്തിൽ പൊട്ടലേറ്റുന്നത് കൂടി ചേർത്തുകൊണ്ടൊരു വകുപ്പ് കൂടി ചേർത്ത് അങ്ങനെ 4 വകുപ്പുകളാണ് ഈ കേസിൽ ആകെ ഇതുവരെ ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിന് ശേഷം തിരുവനന്തപുരത്ത് തുമ്പയ്ക്ക് സമീപത്ത് സ്റ്റേഷൻ കടവ് എന്ന സ്ഥലത്ത് വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ സഹോദരനെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്യുന്നതിന് വിളിച്ചിരുന്നു. വിവരങ്ങൾ ശേഖരണത്തിൻ്റെ ഭാഗമായി വിളിച്ചിരുന്നു. അങ്ങനെ സഹോദരനിൽ നിന്നാണ് ഈ സഹോദരൻ്റെ കാറ് ബേലിദാസ് ഉപയോഗിക്കുന്നതായിട്ടൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാറിൻ്റെ നമ്പർ ട്രേസ് ചെയ്തുകൊണ്ടൊരു പരിശോധന പോലീസ് നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേഷൻ കടവ് ഭാഗത്തു കൂടി വാഹനം സഞ്ചരിക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് തന്ത്രപരമായി ബേലിദാസിനെ പിടികൂടുന്നത്. പിടികൂടിയതിനു ശേഷം തിരുവനന്തപുരത്ത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചത് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടപടികളെല്ലാം നടന്നിരുന്നു. DCP അടക്കമുള്ളവ സ്ഥലത്തെത്തുകയും ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തതിനു ശേഷമാണ് വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയ ശേഷമാണ് ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ പരിശോധനയ്ക്ക് വീണ്ടും കൊണ്ടുപോയിരുന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി. കോടതിയിലാണ് ഇത്തരത്തിൽ തൻ്റെ കാര്യങ്ങളെല്ലാം താൻ തെറ്റുകാരനല്ല അടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബേലിദാസ് ബോധിപ്പിക്കുന്നത്. എന്നാൽ കോടതി ഇത് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് ജാമ്യം നിഷേധിക്കുകയായിരുന്നു. ഈ മാസം 30-ാം തീയതിയാണ് ബേലിദാസിനെ റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. നാളെ വീണ്ടും കോടതി കേസ് പരിഗണിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ഒരു ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ആ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ നാളെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും വലിയ രീതിയിൽ വിവാദങ്ങളുണ്ടായ ഒരു കേസാണ് ഇത്. യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കേസ്. കഴിഞ്ഞ 13-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നു. കേസിൽ ആസ്പദമായ സംഭവം ഇങ്ങനെയാണ് പറയുന്നത്. അഭിഭാഷക പറയുന്നത് ഇങ്ങനെയാണ്: ആ അഭിഭാഷകയും അതോടൊപ്പം തന്നെ തൻ്റെ സഹപ്രവർത്തകയുമായ മറ്റൊരു അഭിഭാഷകയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. അഭിപ്രായ ഭിന്നതകൾ പരാതിപ്പെടുമ്പോഴെല്ലാം തന്നെ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമീപനമാണ് ഈ സീനിയർ അഡ്വക്കേറ്റായ ബേലിദാസ് സ്വീകരിച്ചത്. ഇതേ തുടർന്ന് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഈ യുവ അഭിഭാഷകയോട് കോടതിയിൽ തൻ്റെ ഓഫീസിൽ ഹാജരാകേണ്ട എന്ന് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ബേലിദാസ് തന്നെ തിരിച്ചു വിളിക്കുകയും ഓഫീസിൽ തിരിച്ചു വരണമെന്ന് അഭിഭാഷകയോട് പറയുകയും ചെയ്തു. തിരിച്ചു വന്ന ദിവസവും ഈ യുവ അഭിഭാഷകയും സഹപ്രവർത്തകയായ മറ്റൊരു അഭിഭാഷകയും തമ്മിൽ തർക്കമുണ്ടാകുന്നു. തർക്കത്തിൻ്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ അഭിഭാഷക തന്നെ എന്തുകൊണ്ട് പുറത്താക്കി, തൻ്റെ ഭാഗം കൂടി കേട്ടിട്ട് തന്നെ തെറ്റുകാരിയാക്കിക്കൊണ്ട് എന്തുകൊണ്ട് പുറത്താക്കി എന്നതിന് കാരണം ചോദിക്കുന്നുണ്ട്. ആ കാരണം ചോദിക്കുന്നതിനിടയിലാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് ബേലിദാസ് യുവ അഭിഭാഷകയെ മർദ്ദിക്കുന്നതിലേക്കൊക്കെ എത്തിയത്. തുടർന്നാണ് ഇത് മാധ്യമങ്ങളിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ പരാതിയായി പോലീസിന് മുന്നിലെത്തുകയും ചെയ്തു. അന്നേ ദിവസം തന്നെ ഈ ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ ഭാഗത്ത് ചില നടപടികളുണ്ടായതും വിവാദങ്ങൾക്കിടയായിരിക്കുന്നു. ബാർ അസോസിയേഷൻ സെക്രട്ടറി പോലീസിനോട് ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സമ്മതിക്കില്ല എന്നടക്കമുള്ള ചില കാര്യങ്ങൾ സമ്മതിക്കില്ല എന്ന ശാഠ്യം പിടിച്ചുവെന്നും അഭിഭാഷക കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. തുടർന്നാണ് ഈ പ്രതി രക്ഷപ്പെടുന്നതിലേക്ക് എത്തിച്ചത്. തുടർന്ന് 2 ദിവസം പ്രതി ഒളിവിൽ താമസിക്കുന്നു. 2 ദിവസവും പ്രതിയെ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. വലിയ രീതിയിൽ പോലീസിനെതിരെയും വിവാദങ്ങൾ, അല്ലാതെ പോലീസിനെതിരെയും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഉയർന്നിരുന്നു. എന്തുകൊണ്ട് പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനങ്ങളും ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി പ്രതിയെ പോലീസ് പിടികൂടുന്നത്. വഞ്ചിയൂർ പോലീസ് തുടർന്ന് തുമ്പ പോലീസാണ് പിടികൂടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ ധൂർത്ത് തുടരുന്നതിനിടെ വീണ്ടും കടമെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. 2000 കോടിക്കായുള്ള കടപ്പത്രങ്ങളുടെ ലേലം മെയ് 20 നടക്കും. മുൻവർഷത്തെ അപേക്ഷിച്ച് 8276 കോടി അധികമായി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു.
സാമ്പത്തിക വർഷം ആരംഭിച്ചതിനു ശേഷമുള്ള രണ്ടാമത്തെ കടമെടുപ്പാണ് മെയ് 20 നടക്കുക. ഇതോടെ സർക്കാരിന്റെ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് 4000 കോടിയാകും. ഏപ്രിൽ 29 ശമ്പളം കൊടുക്കാനായി 2000 കോടി സർക്കാർ കടപ്പത്ര ലേലത്തിലൂടെ സ്വന്തമാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് മെയ് 20 2000 കോടി കൂടി കടമെടുക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷം ഡിസംബർ മാസം വരെ 29,799 കോടിയാണ് സംസ്ഥാനത്തിന് കടമെടുക്കാൻ സാധിക്കുക. മുൻ സാമ്പത്തിക വർഷത്തെ പരിധിയായിരുന്ന 21,523 കോടിയേക്കാൾ 8,276 കോടിയുടെ വർധനവിനാണ് ഡിസംബർ വരെയുള്ള കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം അനുമതി നൽകിയത്. 2025-26 സാമ്പത്തിക വർഷം 45,000 കോടി രൂപ വരെ കേരളത്തിന് കടമെടുക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം കിഫ്ബി വഴി 29,000 കോടി സംസ്ഥാനം ഇപ്പോൾ തന്നെ കടമെടുത്തിട്ടുണ്ട്. ഈ വായ്പകൾ ചൂണ്ടിക്കാട്ടി കടമെടുക്കുന്നതിനുള്ള പരിധി കേന്ദ്ര സർക്കാർ കുറയ്ക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നു. 2024-25 കേരളത്തിലെ സാമ്പത്തിക ദുരന്തം പരിഗണിച്ച് കടമെടുപ്പ് പരിധി 37,512 കോടിയിൽ നിന്ന് കേന്ദ്രം പലപ്പോഴായി വർദ്ധിപ്പിച്ചു നൽകിയിരുന്നു. 48,864 കോടിയാണ് കഴിഞ്ഞ വർഷം കേരളം കടമെടുത്തത്. കടമെടുത്ത് സംസ്ഥാനത്തിന്റെ കടബാധ്യത 6 ലക്ഷം കോടിയിലേക്ക് ഉയർന്നിട്ടുമുണ്ട്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ കൈയൊഴിഞ്ഞതോടെ സംസ്ഥാനത്തെ 55 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർണ്ണമായി ഏറ്റെടുത്ത റെയിൽവേ. പദ്ധതി തുക പൂർണ്ണമായും റെയിൽവേ തന്നെ വഹിക്കും. നിർമ്മാണ ചെലവിന്റെ 50% സംസ്ഥാനം വഹിക്കണമെന്ന റെയിൽവേയുടെ നിർദ്ദേശത്തോട് സംസ്ഥാന സർക്കാർ മുഖം തിരിക്കുകയായിരുന്നു. പൊതു താൽപര്യാർത്ഥം കേരളത്തിലെ 55 മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവ് വഹിക്കാനാണ് റെയിൽവേ നടപടികൾ ആരംഭിച്ചത്. സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് റെയിൽവേയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള 50% ചെലവ് പങ്കിടൽ അടിസ്ഥാനത്തിൽ തിരക്കേറിയ ലെവൽ ക്രോസിംഗുകൾക്ക് പകരമായി കേരളത്തിൽ ആകെ 126 ROBകൾ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നൽകേണ്ട വിഹിതം നൽകാത്തതിനാൽ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ട പ്രധാന പദ്ധതികളിൽ ഭൂരിഭാഗവും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ഇതോടെയാണ് പൊതുസുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഏറ്റവും നിർണായകമായ 55 ROBകൾക്ക് പൂർണ്ണമായി ധനസഹായം നൽകുന്നതിന് ദക്ഷിണ റെയിൽവേ തീരുമാനമെടുത്തത്. ദക്ഷിണ റെയിൽവേ തീരുമാനത്തോടെ തിരക്കേറിയ ലെവൽ ക്രോസിംഗുകളിൽ നടപടികളും ആരംഭിച്ചു. 18 ROBകളിൽ മാത്രമേ പദ്ധതികൾ അന്തിമമാക്കാനും ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ നടത്താനും കഴിഞ്ഞിട്ടുള്ളൂ. ഇവയ്ക്ക് റെയിൽവേ അനുവദിച്ച 95 കോടി രൂപ ഫണ്ടും ഇതിനകം തന്നെ സംസ്ഥാനത്തിന് കൈമാറി. ഈ 18 ROBകളും സംസ്ഥാന സർക്കാരിന്റെ KRDCL 18 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. 55 മേൽപ്പാലങ്ങൾക്ക് പുറമെ കേരളത്തിലെ തിരക്കേറിയ ലെവൽ ക്രോസിംഗുകളിൽ അനുവദിച്ച 65 ROBകൾ കൂടി ഉണ്ട്. ഇവയും വർഷങ്ങളായി സംസ്ഥാനത്തിന്റെ ഫണ്ടിന്റെ ലഭ്യതയില്ലായ്മ മൂലം നിർമ്മാണം നടക്കുന്നില്ല. സംസ്ഥാന സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ ഈ ROBകൾക്കുള്ള 100% ധനസഹായവും റെയിൽവേ ഇപ്പോൾ നൽകുന്നതിനാൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, തടസ്സമില്ലാത്ത ഗതാഗതം, അപകടരഹിതമായ ക്രോസിംഗുകൾ എന്നിവയ്ക്കുള്ള പ്രധാന തടസ്സം കൂടിയാണ് റെയിൽവേ നീക്കുന്നത്. ജനം, തിരുവനന്തപുരം. മലപ്പുറം നിലമ്പൂർ കാളിക്കാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചും ഡ്രോൺ ഉപയോഗിച്ചുമാണ് പരിശോധന. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയെന്ന വനവകുപ്പ് CF ഉമാറ്റി പറഞ്ഞു. കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തായി. ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളും ആഴത്തിലുള്ള മുറിവുകളുമുണ്ട്. കടുവ കടിച്ചു കൊന്നതാണെന്ന് സ്ഥിരീകരിക്കുന്നതാണ് ഈ വിവരം. കടുവയെ കണ്ടെത്താനുള്ള ദൗത്യം ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. പ്രദേശത്ത് ഏകദേശം 50ഓളം ക്യാമറകൾ സ്ഥാപിച്ചു. വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ തന്നെ എത്തി. വയനാട്ടിൽ നിന്നുള്ള കുങ്കിയാന കുഞ്ചുവിനെയും സംഭവസ്ഥലത്ത് എത്തിച്ചു. മറ്റൊരു കുങ്കിയാന കൂടിയായ കോന്നി സുരേന്ദ്രനും സംഘത്തിനൊപ്പം ഉണ്ടാകും. ക്യാമറയിൽ ഇതുവരെ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ലെങ്കിലും കാൽപ്പാടുകൾ കണ്ടെത്തിയെന്ന് വനം വകുപ്പ് CCF ഉമാ ടി പറഞ്ഞു. വയനാട്ടിൽ നിന്ന് ഡ്രോൺ സ്ക്വാഡ് വരുന്നുണ്ട്, 2 ഡ്രോൺസ് വരുന്നുണ്ട്. ഒരു കുംകി ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഇന്നൊരു കുംകി ഓൺ ദ വേ ഫ്രം വയനാട്. പിന്നെ 50ഓളം ക്യാമറ ട്രാപ്പുകൾ ഓൾറെഡി നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ദൃശ്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദൗത്യം നമുക്ക് അണിമലിനെ നാരോ ഡൗൺ ചെയ്യുന്നതാണ്. അത് എവിടെയാണ് അതിൻ്റെ ഹൈഡിങ് പ്ലേസ്, അതിന് നാരോ ഡൗൺ ചെയ്തിട്ട് അത് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. അതേസമയം കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. പൃഷ്ഠഭാഗത്തു നിന്നും മാംസം കടിച്ചെടുത്തു. ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുണ്ട്. കടുവയെ പിടികൂടാത്തതിൽ നാട്ടുകാർക്ക് ആശങ്കയുമുണ്ട്. നാട്ടുകാർ വളരെയധികം ഭീതിയിലുമാണ്, അതുപോലെ തന്നെ വളരെ ആശങ്കയിലാണ്. ഇതിനെ പിടിച്ചിട്ട് അവർക്ക് ഉറങ്ങാൻ തന്നെ സാധിക്കുള്ളൂ. അതായത് ജനവാസ മേഖലകളിൽ അവരവരുടെ വീടുകളിലെ ഇതിനു മുമ്പ് 3 കൊല്ലമായിട്ട് ഈ കടുവ സ്ഥിരമായിട്ട് വന്ന് ആടുകളെ കൊണ്ടുപോവുക, അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ നായിനെ കൊണ്ടുപോവുക, അങ്ങനെയെല്ലാം
ഭയങ്കര ഉപദ്രവമായിരുന്നു. ഇത് അധികാരികളെ ഞങ്ങൾ അറിയിച്ചതാണ്, പ്രതിഷേധിച്ചതാണ്, അതുപോലെ തന്നെ ഇതിന് നിവേദനം കൊടുത്തതാണ്. എന്നിട്ടൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഒരു കാൽപ്പാടുകളുടെ ഫോട്ടോ എടുത്ത് കൊടുത്തു, വലിയ കാൽപ്പാടുകളുടെ. അപ്പോൾ അവർ പറയും ഇത് ചെറിയ മറ്റേ പട്ടിക്കടുവയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഞങ്ങൾക്കിത് കാണാതെ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരാളെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർ അധികാരികളെ കണ്ണു തുറന്നത്. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് തീരുമാനം. വ്യത്യസ്ത ഇടങ്ങളിലായി 5 കൂടുകളും സ്ഥാപിക്കും. ദൗത്യം ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ ദുർഘടമായ പാതകൾ തന്നെയാണ് ദൗത്യ സംഘത്തിനു മുന്നിലെ വലിയ വെല്ലുവിളി. കാളിക്കാവ് നിന്നും ശിവദാസ് കന്മനം, ജനം. തൃശൂരിൽ കാട്ടുപന്നി കുറുകെ ചാടിയുള്ള അപകടത്തിൽ യുവാവിന് പരിക്ക്. കൊളത്തൂർ പാടശേഖരത്താണ് അപകടം. റെയിൽവേയിൽ കരാർ ജീവനക്കാരനായ കുറുബല സ്വദേശി കൂവക്കാട്ടിൽ ഫിലിപ്പ് ചാക്കോ ആണ് അപകടത്തിൽപ്പെട്ടത്. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫിലിപ്പിനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ കോന്നി MLA KU ജനീഷ് കുമാർ ബലമായി മോചിപ്പിച്ച സംഭവത്തിൽ MLAക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് അന്വേഷണ റിപ്പോർട്ട്. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ തയ്യാറാക്കിയ റിപ്പോർട്ട് വനം മന്ത്രിക്ക് കൈമാറി. അതേസമയം MLAക്ക് പിന്തുണയുമായി CPM കോന്നി DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. MLAയുടെ നടപടിയെ പരിഹസിച്ച വനം വകുപ്പ് ജീവനക്കാരുടെ സംഘടനയും ഫേസ്ബുക്കിൽ പരാമർശം നടത്തി. പത്തനംതിട്ട പാടം ഫോറസ്റ്റ് സ്റ്റേഷനെത്തി കോന്നി MLA KU ജനീഷ് കുമാറിന്റെ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ഭീഷണി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ ബലമായി മോചിപ്പിക്കൽ, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ. MLAയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വനമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആന ഷോക്കേറ്റിച്ചെറിഞ്ഞ സംഭവത്തിന്റെ കേസന്വേഷണം MLAയുടെ ഇടപെടൽ മൂലം തടസ്സപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം MLA വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തുവന്നു. എടാ നീ എന്നിങ്ങനെയാണ് റേഞ്ച് ഓഫീസറെ ദൃശ്യങ്ങളിൽ MLA സംബോധന ചെയ്യുന്നത്. ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ MLAയെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിഹസിച്ചു. കാട്ടാനകളെ ഷോക്കടിപ്പിച്ച് കൊല്ലണം, കടുവകളെ വെടിവെച്ച് കൊല്ലണം, വനംവകുപ്പ് പിരിച്ചുവിടണം, മനുഷ്യരൊഴികെ മറ്റു ജീവികളില്ലാത്ത ലോകത്ത് ജനീഷ് കുമാർ പ്രധാനമന്ത്രിയാകണമെന്നും പരിഹാസം. ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ MLAക്ക് പിന്തുണയുമായി CPM കോന്നി DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജനീഷ് കുമാറിനെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിൽ കേസെടുത്ത കൂടൽ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനം, പത്തനംതിട്ട. സംസ്ഥാനത്ത് വീണ്ടും കോളറ മരണം. ആലപ്പുഴ തലവടി സ്വദേശി PG രഘുവാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. രഘുവിന്റെ മൃതദേഹം തിരുവല്ല സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വിലാപയാത്രയായി നീരേറ്റുപുറം ടാക്സി സ്റ്റാൻഡിൽ എത്തിച്ച് പൊതുദർശനത്തിനായി വച്ചു. തുടർന്ന് കുടുംബം മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ നടക്കും. കണ്ണൂരിൽ വീണ്ടും CPM കോൺഗ്രസ് സംഘർഷം. തളിപ്പറമ്പിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ CPM അക്രമം. തളിപ്പറമ്പ് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് K ഇർഷാദിന്റെ വീടിന് നേരെയായിരുന്നു അക്രമം. അതേസമയം കഴിഞ്ഞ ദിവസം പാനൂരിൽ യൂത്ത് കോൺഗ്രസ് KSU കൊടി കത്തിച്ച സംഭവത്തിൽ 15 SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. അതിനിടെ കോൺഗ്രസ് പ്രവർത്തകനെതിരെ ഭീഷണിയുമായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രംഗത്തെത്തി. കണ്ണൂരിൽ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള സംഘർഷം കടുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങൾക്ക് തുടർച്ചയായി ഇന്നലെ അർദ്ധരാത്രിയിൽ തളിപ്പറമ്പിലെ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ അക്രമമുണ്ടായി. തളിപ്പറമ്പ് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് K ഇർഷാദിന്റെ വീടിന് നേരെയാണ് അക്രമം നടന്നത്. വീടിന്റെ ജനൽ ചില്ലുകളും കാറും ബൈക്കും അടിച്ചു തകർത്തു. അതിനിടെ മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് PR സനീഷിനെതിരെ ഭീഷണിയുമായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥ് രംഗത്തെത്തി. അച്ഛൻ സദാനന്ദനെ നിലയ്ക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ സനീഷിനെയും നിലയ്ക്ക് നിർത്താൻ അറിയാമെന്നായിരുന്നു PV ഗോപിനാഥിന്റെ ഭീഷണി. മിലിറ്ററിയുമൊക്കെ പിരിഞ്ഞു വന്ന് മലപ്പട്ടത്ത് കോൺഗ്രസ് ഉണ്ടാക്കി കളിയാം, ഈ നാടിനെ അങ്ങ് വറപ്പിച്ച് കളിയാമെന്നാണ് ധരിക്കുന്നെങ്കിൽ നിന്റെ അച്ഛൻ സദാനന്ദം വിചാരിച്ച് കടന്നിട്ടില്ല. നിന്റെ അച്ഛന്റെ വഴി ഇത് തന്നെയായിരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരെ ഞങ്ങള്. എന്താ സദാനന്ദന്റെ വഴി?
അന്ന് ഞങ്ങൾക്കേറെ കള്ളക്കേസും നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള വഴിയെല്ലാം എടുത്തുള്ള സദാനന്ദൻ. ആ സദാനന്ദനെ നിലക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ സനീഷ് നിന്നെ എല്ലാം നിലക്ക് നിർത്താൻ ഞങ്ങളെ ബാലസംഘം കുട്ടികളുമായി. അതേസമയം പാനൂരിൽ KSU യൂത്ത് കോൺഗ്രസ് കൊടി കത്തിച്ചതിൽ 15 SFIക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച 15 കോൺഗ്രസുകാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ജനം, കണ്ണൂർ. CPM-ഉം കോൺഗ്രസും കൊലവിളിയും ഭീഷണിയുമായി രംഗത്തെത്തിയതോടെ കണ്ണൂർ രാഷ്ട്രീയം വീണ്ടും സംഘർഷഭരിതമാകുകയാണ്. കണ്ണൂർ മലപ്പട്ടത്ത് ഉൾപ്പെടെ നടന്ന സംഭവങ്ങളുടെ പേരിലാണ് CPM-ഉം കോൺഗ്രസും പരസ്പരം കൊമ്പുകോർക്കുന്നത്. ഏറെ നാളായി സമാധാനത്തിൽ കഴിയുന്ന കണ്ണൂർ ജനതയെ ആശങ്കയിലാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. കണ്ണൂർ കളക്ടറേറ്റ് മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് തകർത്തതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. തൊട്ടു പിന്നാലെ ഫ്ലെക്സ് തകർത്ത മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിനു മുന്നിൽ പാർട്ടി സ്തൂപം അടിച്ചു തകർക്കുകയും ഇയാളുടെ വീട് ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. സമാധാനത്തിൽ കഴിയുന്ന ആളുകൾക്കിടയിലേക്ക് പരസ്പരം പോർവിളികളും ഭീഷണിയുമായി CPM കോൺഗ്രസ് നേതാക്കളെത്തി. ആദ്യം യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വകയായിരുന്നു പ്രകോപനം. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ഉയർന്നു. SFI പ്രവർത്തകൻ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ മുദ്രാവാക്യം. ഇതിനു മറുപടിയുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തന്നെ രംഗത്തെത്തി. ധീരജിനെ കുത്തിയ കത്തിയുമായി വന്നാൽ വരുന്നവന് ഞങ്ങൾ ഒരു പുഷ്പചക്രം ഒരുക്കി വെക്കുമെന്നായിരുന്നു മറുപടി. ധീരജിനെ കുത്തിയ കത്തി അത് അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല, അത് വേണമെങ്കിൽ ഇനിയും എടുക്കും. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ആ കത്തിയെടുത്തിട്ട് വന്നോക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പുഷ്പചക്രം ഇവിടെ കരുതി വെക്കും, മനസ്സിലായിക്കൊള്ളുക. പരസ്പരം പോർവിളികളും ഭീഷണികളുമായി നേതാക്കൾ തന്നെ രംഗത്ത് വരുമ്പോൾ പൊതുജനങ്ങളാണ് ആശങ്കയിലാകുന്നത്. ദീർഘനാളായി കണ്ണൂരിൽ പുലരുന്ന സമാധാനം നശിപ്പിക്കാനുള്ള ശ്രമമാണോ ഇരുകൂട്ടരും നടത്തുന്നതെന്നാണ് ഉയരുന്ന വിമർശനം. ജനം, കണ്ണൂർ. നേതൃമാറ്റത്തിലെ തർക്കങ്ങൾക്ക് പിന്നാലെ KPCC-യിലും DCC-കളിലും പുനഃസംഘടന നടത്താനൊരുങ്ങുകയാണ് നേതൃത്വം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് KPCC ഭാരവാഹികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നേതൃത്വം ആലോചിക്കുന്നുണ്ട്. 9 ജില്ലകളിൽ DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യവും പരിഗണനയിലുണ്ട്. അതേസമയം നേതൃമാറ്റത്തിലെ മുതിർന്ന നേതാക്കളുടെ വിയോജിപ്പും നേതൃത്വത്തിന് തലവേദനയാവുന്നു. നേതൃമാറ്റത്തിന് പിന്നാലെ KPCC-യിലും DCC-യിലും അഴിച്ചുപണി നടത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. സംഘടനാ തലത്തിൽ ആവശ്യമായ മാറ്റം വരുത്താൻ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. നിലവിലെ KPCC വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും അതേ സ്ഥാനത്ത് നിലനിർത്തണമോ അതോ പുതിയ ആൾക്കാരെ കൊണ്ടുവരണമോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. നിലവിൽ 32 ജനറൽ സെക്രട്ടറിമാരും 4 വൈസ് പ്രസിഡന്റുമാരുമാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഭാരവാഹികളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തുന്ന കാര്യവും പരിഗണനയിലാണ്. എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ ജില്ലാ പ്രസിഡന്റുമാരൊഴികെ ബാക്കി 9 ജില്ലകളിലെ ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റി തീരുമാനിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. അതേസമയം നേതൃമാറ്റത്തിലെ ഗ്രൂപ്പ് നേതാക്കളുടെ അതൃപ്തി മറികടക്കാൻ ഭാരവാഹി പ്രഖ്യാപനത്തിൽ നേതാക്കളുമായി കൂടിയാലോചന നടത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. AI ഗ്രൂപ്പുകൾക്ക് പുറമെ സുധാകര പക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റിയാൽ പകരം പുതിയ ചുമതല നൽകുന്ന കാര്യത്തിലും നേതൃത്വത്തിന് ആശങ്കയുണ്ട്. ജനം, തിരുവനന്തപുരം. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രകോപന മുദ്രാവാക്യത്തിനെതിരെ SFI നടത്തിയ മാർച്ചിൽ അക്രമം. യൂത്ത് കോൺഗ്രസിന്റെ കൊടിമരം പിഴുതെടുത്തു. K സുധാകരന്റെ ചിത്രമുള്ള ഫ്ലക്സ് ബോർഡുകൾ തകർത്തു. പ്രകടന വഴിയിലുണ്ടായിരുന്ന ഫ്ലക്സ് ബോർഡുകളും കൊടിമരവുമാണ് SFI പ്രവർത്തകർ തകർത്തത്. വജ്രവ്യാപാരി നീരവ് മോഡിയുടെ 10ാമത്തെ ജാമ്യാപേക്ഷയും തള്ളി ലണ്ടൻ ഹൈക്കോടതി. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് പണം തട്ടിയ കേസിലാണ് നീരവ് മോഡി കോടതിയെ സമീപിച്ചത്. ഇയാളെ ഭാരതത്തിന് കൈമാറുന്ന കാര്യം UK ഹൈക്കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു. 2019 മുതൽ UK-യിൽ ജയിലിൽ കഴിയുകയാണ് നീരവ് മോഡി. 6000 കോടി രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടതാണ് നീരവ് മോദിക്കെതിരായ നടപടി. ലണ്ടൻ ഹൈക്കോടതിയുടെ കിങ് ബെഞ്ച് ഡിവിഷനാണ് നീരവ് മോദിയുടെ 10ാമത്തെ ജാമ്യാപേക്ഷ തള്ളിയത്. 2019 മുതൽ ബ്രിട്ടനിൽ ജയിലിൽ കഴിയുകയാണ് ഇയാൾ. നീരവ് മോദിയെ ഭാരതത്തിന് കൈമാറുന്ന കാര്യം UK ഹൈക്കോടതി അംഗീകരിച്ചിരുന്നു. മാത്രമല്ല, ഇയാൾക്ക് ജാമ്യം നൽകുന്നത് അതിശക്തമായി CBI എതിർക്കുകയും ചെയ്തു. ഭാരതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ശക്തമാക്കാനുള്ള അനുകൂല ഘടകം കൂടിയാണ് നീരവ് മോദിയുടെ 10ാമത്തെ അപ്പീൽ തള്ളിയ സംഭവം.
നിരവ് മോദിയുടെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് 1000-ലേറെ കോടി രൂപ മൂല്യം വരുന്ന ഭാരതത്തിലെ സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടിയിരുന്നു. ഇവ പൊതുമേഖലാ ബാങ്കിൽ ഇയാൾ നടത്തിയ തട്ടിപ്പിനെ തുടർന്നുണ്ടായ നഷ്ടം നികത്തുന്നതിന് കൈമാറുകയും ചെയ്തു. നിരവ് മോദിയുടെ 30 കോടിയോളം രൂപ വിലമതിക്കുന്ന ആസ്തികൾ കഴിഞ്ഞ വർഷവും സർക്കാർ കണ്ടുകെട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജനം. ഇന്ത്യ സഖ്യം തകർച്ചയുടെ വക്കിലെന്ന് തുറന്നടിച്ച മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം. ഇന്ത്യ സഖ്യത്തിന് ശോഭനമായൊരു ഭാവി ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. ഇന്ത്യ സഖ്യം ഇപ്പോൾ ഉണ്ടോ എന്നത് തന്നെ സംശയമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. BJP പോലെ കരുത്തുറ്റ രാഷ്ട്രീയ പാർട്ടി വേറെ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോഴും ഇത് വ്യക്തമാണെന്നും ചിദംബരം കൂട്ടിച്ചേർത്തു. If the India alliance is totally intact, I'm very, very happy. But it is, it shows it's at the seams, it's frayed. It can be put together. There is still time. There are still events which will unfold, which can be. But the underlying premise of Mr. Yadav's argument is correct. If you want to take on the formidable BJP machinery, in my experience and my reading of history, there has been no political party which is so formidably organized as the BJP. In every department, it's formidable. It's not another political party. It's a machine behind which it's a machine, and the two machines control all the machinery of India. നിതിൻ ഗഡ്കരി കൊടുത്ത റോഡിൽ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ് മുഹമ്മദ് റിയാസ് എന്ന് ശോഭാ സുരേന്ദ്രൻ. ആ പോസ്റ്റിനൊപ്പം കേന്ദ്രം നൽകിയ പണം കൂടി വ്യക്തമാക്കാൻ തയ്യാറാകണമെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. നഗരവികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തിൽ ചെലവഴിച്ച തുകയുടെ കണക്ക് വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കിയ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണെന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. രാജ്യം നൽകുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പദ്ധതികളുടെ പേര് മാറ്റുകയും വലിയ രീതിയിൽ നമ്മുടെ തന്നെ നികുതി പണം എടുത്തുകൊണ്ട് പരസ്യം കൊടുക്കുകയും, പരസ്യം കൊടുക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷേ ആ കൊടുക്കുന്ന പരസ്യത്തിനകത്ത് കേന്ദ്രത്തിൻ്റെ എത്ര കോടി രൂപയുടെ സഹായമുണ്ട് എന്ന് ഒരു പരസ്യത്തിലും പറയാതെ മൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരള ഗവൺമെന്റിന്റെ ഈ നയം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളുടെ പേരുമാറ്റൽ പ്രക്രിയയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമായിട്ട് ഈ വിഷയത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ എണ്ണത്തിലും ശതമാനത്തിലും കുത്തനെ ഉയരുകയാണെന്ന് കണക്കുകൾ നിരത്തി കേസരി മുഖപത്രം. ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് 45% ഉയർന്നതാണ് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്കെന്ന് ലേഖനത്തിൽ പറയുന്നു. അതേസമയം ഹിന്ദു, സിഖ്, ജെയിൻ, ബുദ്ധമത വിശ്വാസികളുടെ ജനസംഖ്യ താരതമ്യേന കുറയുകയാണെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹിന്ദു ഭൂരിപക്ഷം ഇനി എത്ര നാളെന്ന ചോദ്യത്തോടു കൂടിയാണ് കേസരി മുഖപത്രത്തിലെ ലേഖനം തുടങ്ങുന്നത്. ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ എണ്ണത്തിലും ശതമാനത്തിലും കുത്തനെ ഉയരുകയാണെന്നും ഹിന്ദു, സിഖ്, ജെയിൻ, ബുദ്ധമതങ്ങളുടെ ജനസംഖ്യ കുറയുകയാണെന്നുമുള്ള ചർച്ചകൾ സമൂഹത്തിൽ സജീവമാകുന്നതിനിടെയാണ് കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള കേസരി ലേഖനം സമൂഹത്തിലേറെ ശ്രദ്ധ നേടുന്നത്. 1951 മുതലുള്ള 6 സെൻസസുകളുടെ വിവരങ്ങൾ കാണിക്കുന്നത് ശതമാനക്കണക്കിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യയാണ് നിരന്തരം ഉയർന്നത് എന്നാണ്. 1981 മുതൽ മുസ്ലിം ജനസംഖ്യ അതിവേഗമാണ് വളരുന്നത്. ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് 45% ഉയർന്നതാണ് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക്. സിഖുകാരുടെ ജനസംഖ്യയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം കുത്തനെ ഇടിഞ്ഞത്. ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് 45% ഉയർന്നതാണ് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്കെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. അസമിലും ജമ്മു കാശ്മീരിലും സെൻസസ് നടത്താത്തതും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. ജനസംഖ്യയെക്കുറിച്ച് ആധികാരികമായ പഠനം നടത്തിയിട്ടുള്ള PN മാരി ഭട്ട്, AJ ഫ്രാൻസിസ് സേവിയർ എന്നിവർ എഴുതിയ ലേഖനത്തിൽ ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ അമ്പരപ്പിക്കുന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമുസ്ലിം രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ ഇപ്രകാരം കുതിച്ചുയരുന്നത് അസാധാരണമാണെന്നാണ് മാരി ഭട്ടും സേവിയറും അഭിപ്രായപ്പെടുന്നതെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കേസരിയിലെ ഈ ലേഖനം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ജനം, കോഴിക്കോട്.
അർബൻ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് PFI ബന്ധവും PFI ഭീകരവാദികൾ അർബൻ മാവോയിസ്റ്റുകളുടെ മറപറ്റി വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതായാണ് വിവരം. മാവോയിസ്റ്റ് ഭീകര കേസുകളിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് NIA. മാവോയിസ്റ്റ് റിക്രൂട്ട്മെന്റ് കേസിൽ 3 മാവോയിസ്റ്റ് നേതാക്കൾക്കെതിരെ ജൂണിൽ കുറ്റപത്രം സമർപ്പിക്കും. നിരോധനത്തിന് ശേഷം PFI ഭീകരവാദികളിൽ പലരും മാവോയിസ്റ്റ് തീവ്ര കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളിലേക്കും ചേക്കേറുകയായിരുന്നു. ഇവരെ സംബന്ധിച്ച വിവരങ്ങൾ IB ശേഖരിച്ചിട്ടുണ്ട്. ആദ്യം അർബൻ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെടുകയും ജനകീയ വിഷയങ്ങളെ മറയാക്കി ഇവർ നടത്തുന്ന സമരങ്ങളുടെ മുൻനിരയിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. ഇതേ സമയം തന്നെ സായുധ മാവോയിസ്റ്റുകളുമായി നേരിട്ട് ബന്ധമുള്ള അർബൻ മാവോയിസ്റ്റുകൾ വഴി ഇവരുമായി ബന്ധം സ്ഥാപിക്കുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. അർബൻ മാവോയിസ്റ്റുകൾ തൃശൂരും കൊച്ചിയിലും കോഴിക്കോടും യോഗം ചേർന്നതിന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അർബൻ മാവോയിസ്റ്റ് ഗ്രൂപ്പിൽ 150 പേരുണ്ടെന്നാണ് റിപ്പോർട്ട്. രഹസ്യയോഗങ്ങളിൽ PFI ഗ്രൂപ്പുകളും പങ്കെടുത്തതായാണ് സൂചന. സായുധ ആക്രമണങ്ങൾക്ക് തയ്യാറായി ഒളിപ്രവർത്തനങ്ങൾ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരരെ പിന്തുണയ്ക്കുകയും മാവോവാദി ആശയങ്ങൾ പ്രചരിപ്പിക്കുകയുമാണ് അർബൻ മാവോയിസ്റ്റുകളുടെ പ്രവർത്തന രീതി. മറൈൻ ഡ്രൈവ്, ഹൈക്കോടതി ജംഗ്ഷൻ എന്നിവിടങ്ങളിലും കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീകര കേസുകളിൽ NIAയും നടപടികൾ കർശനമാക്കിയിട്ടുണ്ട്. പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയ കേസിൽ മാവോയിസ്റ്റ് നേതാക്കളായ രാഘവേന്ദ്ര, ലത, സുന്ദരി എന്നിവർക്കെതിരെ ജൂണിൽ കുറ്റപത്രം സമർപ്പിക്കും. ജനം, കൊച്ചി. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.